ഡിയേഴ്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ വർഷം നടക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ ഇവിടെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അമ്മയാണ് നേരത്തെ എണീറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ നമുക്ക് അരിയിടാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ചീരൊക്കെ നിറച്ച് തൊണ്ടും വിറകും ഒക്കെയാണ്. അപ്പം അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴത്തേക്കിനും അമ്മ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്താനായിട്ട് വന്നു. എൻ്റെ ഫേവറേറ്റ് കാപ്പിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പിള്ളേർ സെറ്റ് എണ്ണീറ്റിട്ടില്ല. അതിന് മുന്നേ ഞാൻ ചായപ്പിൻ്റെ അകത്ത് കയറി കഥ കടച്ചിട്ട് ചപ്പാത്തി പരത്താൻ നോക്കി. പക്ഷേ അപ്പോഴത്തേക്കിനും നമ്മുടെ അമ്പാടിക്കുഞ്ഞ് വന്നു. അപ്പോൾ അവൻ കഥകിൻ്റെ ഇടവഴി ഊട്ടക്കണ്ണിട്ട് നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ അമ്മച്ചി ചപ്പാത്തി പരത്തു വന്നു. അവൻ അവിടെ കിടന്ന് നീറ് പോലെ കരയാണ്. അവൻ ഉന്താ ഗോതമ്പുണ്ട കൊടുക്കാൻ അവൻ കൊണ്ടുപോയി ഉരുട്ടി പാമ്പുണ്ടാക്കി സെറ്റ് വെച്ച് നാശമാക്കും. പിന്നെ ഉറുമ്പ് കയറും. അപ്പോൾ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊച്ചല്ലേ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം, പക്ഷേ അവൻ അവിടെയൊക്കെ കൊണ്ടാക്കിയാൽ അച്ഛൻ ക്ലീൻ ചെയ്തോണമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടിനെ ഞങ്ങളങ്ങ് ഒഴിവാക്കി. ഒരു ഗോതമ്പുണ്ട കൊടുത്തു വിട്ടിട്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ചപ്പാത്തി പരത്തുവാണ്. അപ്പോൾ അമ്മ നമ്മുടെ വെണ്ടയ്ക്ക കറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ മൂത്ത മോനും ചേട്ടനും ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനിന്ന് താമസിച്ചാണ് എണീറ്റത്. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കണം. കാരണം അവർ എണീറ്റ് വരുമ്പോൾ അവർക്ക് വിശന്നെങ്കിൽ ആ സാധനങ്ങളൊക്കെ അപ്പോഴത്തേനും ആകണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫോൺ വെക്കാനായിട്ട് കറക്റ്റ് ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ എന്നെ കാണൂല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി കിട്ടൂല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗോതമ്പ് ഉണ്ടകളെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇത് പരത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇന്നത്തേക്കിനുള്ള കറിയും കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചിക്കൻ കറിയും ഇരിപ്പുണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അമ്മ വെണ്ടയ്ക്ക സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, ഇതിലും നല്ലതായിട്ട് ഞാൻ വെണ്ടയ്ക്ക സ്റ്റൂ വെക്കും കേട്ടോ. അമ്മ അറിയണം, അമ്മേനെ ഓടിച്ചിട്ടടിക്കും. സത്യമാണ് കേട്ടോ. ഇതിൽ നന്നായിട്ട് ഞാൻ വെക്കും. അങ്ങനെ ചിലതൊക്കെ വെക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മ നമുക്ക് വൻപയർ തോരന് വേണ്ടിയിട്ടുള്ളത് വെന്ത് വെച്ചിട്ടുണ്ട്. തോരനായിട്ടില്ല, തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പം അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് പഴുത്ത ഏത്തക്ക ഇട്ടിട്ടുള്ള മോര് കറി. അത് ആയില്ല, അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുപ്പ് ഫ്രീ ആകുമ്പോൾ വെക്കും. അപ്പോൾ തന്നെ ഞാൻ ഓരോ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എപ്പം നല്ല വലിയ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും അങ്ങ് പരത്തി അങ്ങ് കനം കുറച്ച് ചപ്പാത്തിയാക്കും. അപ്പോൾ ചേട്ടൻ പറയുന്നു, എടി എനിക്ക് സമയമില്ല, എനിക്ക് 8ഉം 10ഉം ചപ്പാത്തി ഒന്നും തിന്നുകൊണ്ടിരിക്കാൻ നേരമില്ല, നീ ഇച്ചിരി കനത്തിലൊക്കെ അങ്ങനെ ഉണ്ടാക്കുക. എനിക്ക് കനമുള്ള ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമേ അല്ല. അപ്പോൾ ഞാനെപ്പോഴും നമുക്കെല്ലാവർക്കും സോഫ്റ്റ് ചപ്പാത്തി കഴിക്കാനല്ലേ ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ ഓരോ ചപ്പാത്തീസായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ തവയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അമ്മയൊക്കെ ആണെങ്കിൽ ഒരു ചപ്പാത്തി ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പോയിട്ട് വന്ന് തിരിച്ചിടും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തീണ്ട് നമ്മുടെ അമ്പുക്കുട്ടൻ വന്നിട്ട് നമുക്ക് വെൻറ്റിലേഷൻ വഴി അടുക്കളയിലേക്ക് നന്നായിട്ട് സൂര്യപ്രകാശം വരും കേട്ടോ. അപ്പോൾ അവൻ അതിനെ പിടിക്കാനും അതിൻ്റെ ഇടവഴി ഇങ്ങനെ കയറി പോവുകയൊക്കെയാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് വന്ന് അമ്മ കയറാനായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും അമ്മ ചെയ്യാനെന്ന്. അപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നിട്ട് കുറച്ച് വെട്ടമൊക്കെ കൊള്ളാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തേക്ക് നല്ല അടിപൊളിയായിട്ടാണ്, ഹാപ്പിയായിട്ട് സമാധാനമായിട്ട് ദൈവമേ ഈ വർഷം മുഴുവനും മാത്രമല്ല അങ്ങോളം ഈ രീതിയിൽ തന്നെ പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. എൻ്റെ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്തും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എല്ലും തോലും ഉള്ള അവസ്ഥയിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതൊക്കെയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുണ്ട് എൻ്റെ കൈ നിങ്ങൾ കണ്ടോ. എൻ്റെ മൂത്ത മോൻ ഇച്ചാപ്പി എപ്പോഴും ചോദിക്കും, അമ്മച്ചിൻ്റെ കൈ എന്താ സുന്ദരമല്ലാത്തതെന്ന്. അപ്പം ഞാൻ പറയും, അമ്മച്ചി ജോലി ചെയ്യുന്നു, കരിക്കലം കഴുകുന്നു, അല്ലാത്ത പാത്രം കഴുകുന്നു, തുണി അലക്കുന്നു, നിങ്ങളുടെ പുറകെ നടക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് സുന്ദരമാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു വിടും കേട്ടോ അവനെ. അപ്പോഴത്തേക്കും ചേട്ടൻ മീൻ മേടിക്കാൻ ആണ് പോയത്. പക്ഷേ വന്നപ്പോഴത്തേക്കും ചിക്കനും മേടിച്ചു, മീനും മേടിച്ചു. അപ്പം ഈ മീന് എനിക്കുള്ള പണിയാണ് കേട്ടോ. ഈ കുഞ്ഞു മീനാണ്, ഈ ചുവല കളറിലെ. വലിയ മീനാണെങ്കിൽ നമുക്ക് എങ്ങനെയും പെട്ടെന്ന് വെട്ടിയെടുക്കാം. കുഞ്ഞതാകുമ്പോൾ ഒത്തിരി സമയം പോകും നമ്മുടെ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പല്ല് തേച്ച് വന്നിട്ട് 2 ചപ്പാത്തിയും മോന് കൊടുത്തതിൻ്റെ ഒരു പകുതി ചപ്പാത്തിയും നമ്മുടെ കറിയും കൂടി എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അന്നേരത്തേക്കും നമ്മുടെ സിദ്ധാർത്ഥ് എണീറ്റ് വന്നു. അപ്പോൾ ചേട്ടൻ അവനെക്കാട്ടി മുന്നേ എണീറ്റ് വന്നിട്ടാണ് പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നത്.
അപ്പം പുള്ളി എണീറ്റ് വരുമ്പോൾ ഇപ്പോൾ ഭയങ്കര കൊഞ്ചലാണ്, അമ്മച്ചി എടുക്കണം, എടുത്തിങ്ങനെ ആട്ടണം, പാട്ട് പാടണം അങ്ങനെയൊക്കെ. അപ്പോൾ മൂത്താളെ എടുക്കുന്ന കണ്ടിട്ട് ഇളയാൾക്ക് കുശുമ്പ് കയറിയിട്ട് വന്ന് ഇനി അവനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ കയ്യിൽ കയറി ഇരിക്കുകയാണ്. അവൻ രാവിലെ കഴിച്ചതാണ്, എന്നാലും ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ അവന് വേണം. അപ്പം എന്താണ് സിദ്ധാർത്ഥ് ഇപ്പോൾ കുറേ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വാരി കൊടുക്കണം, ഞാൻ അവൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് സമയമില്ലാത്തപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും. എന്നാലും ഞാൻ പിന്നെ ഓർക്കും, ഒരു 10-15 വയസ്സായ അവന്മാരെ വഴിക്കും, പിന്നെ നമുക്കൊന്ന് വാരി കൊടുക്കണമെന്ന് തോന്നിയാൽ പോലും ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരത്തില്ല, കാരണം അവരവരുടേതായ വഴിക്കങ്ങ് പോകുമല്ലോ. അപ്പം അവൻ്റെ ഇങ്ങനത്തെ കുട്ടി വാശികളൊക്കെ പറ്റുന്ന പോലൊക്കെ ഞാൻ സമ്മതിച്ചൊക്കെ കൊടുക്കും. തീരെ പറ്റാതെ വരുമ്പോൾ കലിപ്പിക്കും, അങ്ങനെയൊക്കെയാണ്. കാരണം നമുക്ക് സമയമില്ലാത്തപ്പോൾ ഒന്നങ്ങ് നിർബന്ധം പഠിക്കും, അങ്ങനെയാണ്. അങ്ങനെ വെട്ടി വിഴുങ്ങി കേട്ടോ, വാരി വലിച്ച് തിന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും സിദ്ധാർത്ഥ പല്ലൊക്കെ തേക്കാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടു അവനെ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ചപ്പാത്തി കഴിക്കുന്നതിനെക്കാട്ടിലും മുന്നേ അമ്മ എനിക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഏത്തപ്പഴം വീട്ടിലിരിപ്പുണ്ട്, ബൂസ്റ്റുണ്ട്, പാലും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഏത്തപ്പഴം കഴിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഷേക്ക് സ്മൂത്തിയൊക്കെ പോലെ നമുക്ക് ഹോം മെയ്ഡ് പോലെ, വലിയ ഐസ്ക്രീമും ക്രീമും ഒന്നും ചേർക്കാനില്ല, ഇച്ചിരി ബൂസ്റ്റൊക്കെ ഇട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കും. അപ്പം സിദ്ധാർത്ഥിന് ഏത്തപ്പഴം കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. അപ്പം ഞാനാണെങ്കിൽ ബൂസ്റ്റ് ഇച്ചിരി 2 സ്പൂണൊക്കെ ഇടുമ്പം ആ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് അത്ര വലുതായിട്ട് വരത്തില്ല കേട്ടോ. അപ്പം അവന് കഴിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ അവൻ നന്നായിട്ട് കുടിക്കും കേട്ടോ. അവനും കുടിക്കും, ഇളയാളും കുടിക്കും. അപ്പം നമുക്ക് എന്താണ് ഈ ഏത്തപ്പഴം അധികമായിട്ട് കഴിച്ചാൽ നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഏത്തപ്പഴം നന്നായിട്ട് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ശരീരത്തിന് കുറച്ച് ഇത് സെറ്റ് ആവാറാണ് പതിവ്. അപ്പം ഞാൻ വെച്ചിരുന്നത് തിന്നുവാണ്, വണ്ണം വെച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു, തിന്നോ ഈ തിന്നുന്നൊന്നും കാണാനില്ലല്ലോ എന്ന് എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് പഞ്ചസാരയും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും പഴം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പാലൊഴിക്കും, അങ്ങനെയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതായോ എന്നറിയാനായിട്ട് നമ്മൾ സിദ്ധാർത്ഥ കയറി വന്നേക്കുവാണ്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് പൊളിച്ച് വെച്ചിട്ട് അത് കൊത്തി കഴുകി അടുപ്പിൽ വെക്കണം. അപ്പോൾ തന്നെ മീനെല്ലാം കൊണ്ടുവന്നിട്ട് ചട്ടിയിലിട്ട്, അപ്പോൾ പകുതി മീൻ അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് എല്ലാം കൂടെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യേണ്ട, എൻ്റെ കെട്ടിയൻ പല്ലൊക്കെ തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇച്ചിരി കലിപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സോഫ്റ്റായിട്ടാണ് രാവിലെ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതേണ്ട നമ്മുടെ വെണ്ടയ്ക്ക കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കുറുകി കേട്ടോ. ഞാൻ ഇച്ചിരി ഏറെ മറ്റേ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കും, അമ്മ കുറച്ച് വെള്ളം പോലാണ് ചേർത്തത്, അതിൻ്റേതായിട്ടൊരിതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 ചപ്പാത്തി നമ്മുടെ വെണ്ടയ്ക്ക കറിയൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് ചിരിക്കാവോ എന്ന്. അപ്പം ഞാൻ ന്യൂ ഇയറൊക്കെ അല്ലേ, നിങ്ങളൊന്ന് ചിരിക്കും മനുഷ്യയാണ്. പുള്ളി സന്തോഷമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, പുള്ളിയുടെ പുതിയ ഫോണാണ്. പക്ഷേ ഇവർ 3-4 പ്രാവശ്യമായിട്ട് അങ്ങ് കേടായി പോകുന്നു, ഇങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കും. നമ്മൾ ലോക്ക് മാറ്റിയാലും ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര എന്തോ അതൊക്കെ പുള്ളിയെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഫോൺ പുള്ളിയുടെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ളതാണല്ലോ. അപ്പം പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ മിക്സിയിൽ സംഭവം ഇങ്ങനെ സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലോക്ക് ആയതുകൊണ്ട് നമ്മൾ പിടിക്കേണ്ട, ഓണാക്കിയിട്ട് നമ്മൾ പോയാലും അത് ആയിക്കോളും കേട്ടോ. തെറിക്കും തുറന്നു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ സ്മൂത്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് നമ്മുടെ ഒരു ചെറിയൊരു ചുറ്റുപാത്രമുണ്ട്, അതിലൊഴിച്ച് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. കുറച്ച് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സുഖമുണ്ടല്ലോ. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോഴത്തേന് അമ്മ വന്നിട്ട് മീൻ വെട്ടാനായിട്ട് പോയി. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊരു കഴുകി കൊണ്ടുവച്ചു. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ നമ്മൾ കഴുകിയെടുക്കും കേട്ടോ. അപ്പം ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പൊളിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുത്തോളും, ഉണ്ടാക്കി കൊടുക്കും എന്നല്ല, അമ്മ ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സവാള ഗിരിയെല്ലാം അച്ചമ്പുച്ച് അരിയുകയാണ്. അപ്പം നമ്മുടെ ഈ അരിയുന്ന കട്ടിംഗ് കുറേ പഴയതാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം കരിക്കലും കൂടി എടുത്ത് വെച്ച്, അങ്ങനെയാണ് ഒരു കറുപ്പ് ഷെയ്ഡ് വന്നത്. അല്ലാതെ നമ്മൾ വൃത്തിക്ക് നോക്കാഞ്ഞിട്ടല്ല കേട്ടോ, എത്ര തേച്ചരച്ചാലും അത് പോകത്തില്ല. അപ്പം ഞാൻ നമ്മുടെ സവോള എടുത്തു. ഞാൻ ആദ്യം ഒരു 5 ചെറിയ സവോളയാണ് എടുത്തത്, പക്ഷേ തികയത്തില്ല. അപ്പം നമുക്ക് ചാറ് വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സവോള എടുക്കണം. പിന്നെ വന്നിട്ട് അമ്മ ഒരു 3-4 സവോളയും കൂടി എടുത്ത് ചേർത്ത്, പിന്നെ ഒരു 5-6 കൊച്ചുള്ളിയൊക്കെ എടുത്തു. പിന്നെ ദേ നമ്മുടെ ഇഞ്ചി എടുത്തു, പച്ചമുളക്, കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ച് കുറവാക്കുന്നത് കേട്ടോ. പിന്നെ മുളക് പൊടി ഉണ്ടല്ലോ, അപ്പം അതെല്ലാം എടുത്തു. അതിനുശേഷം ഒരു 1.5 തക്കാളി, ഒരു തക്കാളി പുതിയതായിട്ടും 1/2 തക്കാളി പകുതി മുറിച്ച് ഫ്രിഡ്ജിൽ ഇരുന്നതും കൂടി ഞാനെടുത്തു. അപ്പോൾ എല്ലാം അച്ചം പുച്ചം അരിയുവാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 കുടം
ഞാൻ കുടമെന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. 2 ഉണ്ട മറ്റേ വെളുത്തുള്ളി പൊളിച്ച് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അമ്പാടി വന്നിട്ട് അക്കാ അക്കാ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി. അപ്പോൾ ചിക്കൻ കറി ഉടനെയൊന്നും ആവത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ കരൾ എടുത്ത് കഷ്ണിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം പേരിന് മാത്രം ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് പെട്ടെന്ന് എണ്ണ ഒഴിച്ച് അങ്ങ് വറുത്തെടുത്തു. അപ്പോൾ കറി വെച്ചിട്ടാണെങ്കിൽ ഇവന്മാർ ഈ ഇത് കഴിക്കത്തില്ല കേട്ടോ, കരൾ. അതിനൊരു ചവയുണ്ടല്ലോ, ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ വറുത്ത് കൊടുത്തപ്പോൾ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ഇല്ല. അപ്പം മൂത്താളും കഴിച്ചു, ഇളയാളും കഴിക്കുന്നുണ്ട് കേട്ടോ. മൂത്താൾ 2-3 പീസേ കഴിച്ചോളൂ, ഇളയാൾ നന്നായിട്ട് എന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടിനും ഞാൻ കുളിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വേണ്ട ഉടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വേണ്ട അമ്മ വന്നിട്ട് മീനെല്ലാം നമ്മൾ പകുതി മാറ്റി വെച്ച് ബാക്കി പകുതി നന്നായിട്ട് വെട്ടി കുടംപുളിയൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് കറി വെക്കണം. അപ്പോഴത്തേക്കും അമ്മ നമ്മുടെ കപ്പയെല്ലാം കൊത്തി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിദ്ധാർത്ഥ് പറഞ്ഞു, അമ്മച്ചി എടുത്തോണ്ട് വാ, എൻ്റെ ഷേക്ക് എടുത്തോണ്ട് വാ. അപ്പം ഞാൻ ഒരു വലിയ കുപ്പി ഗ്ലാസ് നിറച്ച് നമ്മുടെ ഷേക്ക് ഒഴിച്ചു. ഇച്ചിരി ബോൺവിറ്റ മണ്ടയ്ക്കൊന്ന് തൂവിയിട്ട് കൊടുക്കും. അപ്പം നമ്മുടെ അമ്മയുടെ അപ്പച്ചിയുടെ മോനും ആരാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ നമ്മുടെ മക്കൾക്ക് 2 പേർക്കും ഓരോ 5 വീതം കൊടുത്തു. അപ്പോൾ അവന്മാരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കഴിക്കുന്നവൻ മറ്റവൻ്റേത് പിടുത്ത് വിടും. അതിവിടെ സ്ഥിരം നടക്കുന്നൊരു കാര്യമാണ്. കൊച്ചിന് കൊടുത്തതിന് ശേഷം ഞാനും ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കുറച്ച് നമ്മുടെ ഷേക്ക് എടുത്ത് ഇച്ചിരിയും ബൂസ്റ്റൊക്കെ വിതറി ഞാനും അങ്ങ് കുടിച്ചു. അങ്ങനെ ഫൈനലി ഇതേണ്ട നമ്മുടെ വിറകടുപ്പിൽ വെച്ച നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടിട്ട് നല്ല കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചാറ് കുറച്ചുകൂടെ കുറുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചാറിട്ട് എടുത്താണ്. ഇവിടെ ചാറ് ഭ്രാന്താണ് എല്ലാത്തിനും. കോഴിക്കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും. ഈ മീനൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കിനും കഷ്ണം മാത്രമേ ഉള്ളൂ, ചാറ് കാണത്തില്ല. ചാറങ്ങ് ഊറ്റും എല്ലാവരും, അങ്ങനെയാണ്. അപ്പം മീൻകറിയും കോഴിക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ കപ്പയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനും അമ്മയും കപ്പ വയ്ക്കുന്നതിന് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ കോട്ടയം രീതിയിലും അമ്മ വേറൊരു ടൈപ്പുമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഞാൻ വെക്കുന്ന കപ്പ വേവിച്ചാണ് കേട്ടോ, ഇതിനെക്കാട്ടിലും. അപ്പോൾ ഇതിൻ്റെ അമ്മയുടെ അടിപൊളി കിടുക്കാച്ചി സാധനമായിട്ടുള്ള നമ്മുടെ ഏത്തപ്പഴം ഇട്ടിട്ടുള്ള മോര് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത്. അപ്പോൾ ഇതിന് നമ്മുടെ അമ്പൂട്ടനാണെങ്കിലും നമ്മുടെ ഇറച്ചി വെട്ടുന്ന കുരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്തെയ്യേണ്ട ചേട്ടനാണെങ്കിൽ കടയിൽ പോയിട്ട് അടുത്ത ട്രിപ്പ് ഫോൺ റെഡിയാക്കിക്കൊണ്ട് വന്നു. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പുള്ളി കലിപ്പായതുകൊണ്ട് ഞാൻ അത്ര അടുത്തേക്ക് പോയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇച്ചാപ്പിയെ കുളിപ്പിച്ചായിരുന്നു, പക്ഷേ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പാൻറ്റും നിക്കറും ഉടുപ്പൊക്കെ ഇടിച്ച് മുടിജി. അപ്പം ഞാനിങ്ങനെ മുടിജി ഒന്നും അവന് ഇഷ്ടമേ ഇല്ല. അവൻ പറയും, അമ്മ പിന്നെ ഫ്രീക്കനാക്കും, അമ്മ എന്തിനാ എൻ്റെ മുടി പരത്തി വെക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഗുസ്തിയാണ്. പക്ഷേ ലോകത്തുള്ള എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ, ഒരു വകുപ്പിട്ടിട്ട് പരത്തി വെക്കും. ഞാനും അങ്ങനെ ഒരു അമ്മയാണ്. അങ്ങനെ നമ്മൾ ഓഗി ആൻഡ് കോക്രോച്ച് ആണ് വെച്ചേക്കുന്നത്. ഇച്ചാപ്പിയുടെ ഫേവറേറ്റ് ആണ്. ഇച്ചാപ്പിയുടെ കുഞ്ഞമ്മയുടെ മോനാണ് ഈ ഓഗിയും കോക്രോച്ചും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ TV കേടല്ല കേട്ടോ. നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും ഒരു ഇങ്ങനെ വെട്ടൽ പോലെ വരുന്നതേ ഉള്ളൂ, TV കേടൊന്നും അല്ല. അപ്പോൾ ചേട്ടൻ ഫോൺ നന്നാക്കാൻ പോയിട്ട് വന്നപ്പോൾ ഒരു പാക്കറ്റ് സ്കെച്ചും ഒരു തെറ്റാലിയും മേടിച്ചിട്ട് വന്നു. എനിക്കൊന്ന് പട്ടി ഓടിക്കാനോ കൊക്കുമണ്ടിയോ എറിഞ്ഞിടാൻ വല്ലതും ആയിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് എല്ലാത്തിനെയും അപ്പനെയും മക്കളെ എല്ലാത്തിനെയും സെറ്റാക്കി ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ കറി വാങ്ങി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ചായപ്പിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് അന്നേരം തന്നെ എടുത്ത് അകത്തെ അടുക്കളയിൽ കൊണ്ടുവെക്കും. ഇവിടെ വെക്കുന്ന സേഫ് അല്ല, പൂച്ചയൊക്കെ കയറി മറിച്ചിട്ടാലും. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റീൽ പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഒരു 2 പാത്രത്തിലേക്ക് എടുക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പം ഒരു കോഴിക്ക് 2 കാലേ ഉള്ളൂ. പക്ഷേ ഇവിടെ കാലിന് പിടുത്തമാണ്. അച്ഛനും മക്കളും കൊണ്ട് അടിയാണ് കാലിന്. ഇച്ചാപ്പിക്ക് 2 കാലും വേണം. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് കളഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കാലെ പിടുത്തിട്ടിട്ട് കാര്യമില്ല, ആരും തരുമില്ല. ആണുങ്ങൾക്കുള്ളതാണ് ചിക്കൻ കാലും ഒക്കെ. അതുകൊണ്ട് നമ്മൾ പിന്നെ കിട്ടുന്ന കഷ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വടിച്ച് മൊത്തം എടുത്തു. അപ്പോൾ ചട്ടി എന്നോട് ചോദിക്കും, ചീനച്ചട്ടി എടി ഗോപിക നിനക്ക് നാണമില്ലേടി, ഞാനിത് തിന്നുമെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെ വടിച്ചെടുക്കുന്നതെന്ന്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ വടിച്ച് അറ്റപ്പറ്റേ ഇനിയൊന്നും ഇല്ല അതുപോലെ വടിച്ചെടുത്ത് എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചു. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. പൂച്ച നമ്മുടെ ഈ ഷീറ്റും കൂടെ ആയതുകൊണ്ട് തീയാണ്. ആകെ വേർത്ത് കുളിച്ച് അതിൻ്റെ കൂടെ പുകയൊക്കെ അടിച്ചിട്ട് ഞാൻ ആകെ ഒരു വൃത്തികെട്ട ലുക്കിലാണ്. മുഖമൊക്കെ കണ്ടിട്ടൊന്നും തോന്നണ്ട, പുകയൊക്കെ കയറിയിട്ട് ആകെ വല്ലാത്തൊരു ഇതിലാണ്. അപ്പം ഞാൻ ഇറച്ചിക്കറിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ചോറ് ഇന്ന് വെച്ചത് വേണ്ട അമ്മ അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അമ്പാടി എന്തോ കൊണ്ടുവന്നു, തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ. അപ്പം അവൻ തീപ്പെട്ടി കൊണ്ട് ഭദ്രമായിട്ട് വെച്ചു. കൊള്ളി ഒരു 5-6 എടുത്തു. അപ്പോൾ കൈ കിട്ടി അപ്പം എടുക്കും. അപ്പോൾ ഞാനെടുത്ത് പൊക്കത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ചോറ് വെന്തു. ആ പുറകെ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ചായിരുന്നു കേട്ടോ, അതും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അവൻ ഇനി ചപ്പാത്തിയും ചിക്കനും തീരുന്നിടം വരെ ഇത് തന്നെയായിരിക്കും, ചോറ് കഴിക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പൂട്ടൻ്റെ
എന്തോ സാധനം ആടിപ്പോയി. അപ്പം പട്ടാളക്കാരെക്കാട്ടിൽ നന്നായിട്ട് നുഴഞ്ഞു കയറാൻ അമ്മമാർക്ക് പറ്റും കേട്ടോ. എൻ്റെ ജീവിതം ഒരു 5-6 വർഷം കൊണ്ട് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. കട്ടിൻ്റെ അടി, മേശക്കടിയിൽ കയറാത്തടമൊന്നുമില്ല. ഇവന്മാർ സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ട്, നമ്മൾ കയറി എടുത്ത് കൊടുക്കണം. മടുത്ത് ഞാൻ ഈ ജീവിതം തപ്പി തപ്പി അടിച്ചു മാറി പൊറുക്കി നുഴഞ്ഞു കയറി മടുത്ത്. അപ്പം അവന്മാരെ എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചു, ഫുഡൊക്കെ എടുത്ത് വെച്ച് കേട്ടോ പുള്ളിയൊക്കെ കഴിക്കാൻ. അപ്പം പുള്ളിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് മാവേലിക്കരയിൽ പോയി. അവന് ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ പൊറോട്ട മേടിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മുടെ വില്ലാളി വീരനെ കയ്യിൽ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തല കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമമാകുന്നു കേട്ടോ. എൻ്റെ തല അത്യാവശ്യം നല്ലപോലെ താരനുണ്ട്, നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. വാഴനാര് പോലെ വെറുതെ കിടക്കുക, ഉള്ളൊന്നുമില്ല, കെട്ടിയാലങ്ങൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നീടുമ്പോഴൊക്കെ തീരെ ഇതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് അപ്പനും മോനും വന്നു. അപ്പോൾ അവരിങ്ങനെ ഒരു ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ആരും മേടിച്ച് കുടിക്കില്ല കേട്ടോ. ഭയങ്കര കളറാണിത്, അതുപോലെ ഒരു സിറപ്പിൻ്റെ ടേസ്റ്റാണ്. ഞാനത് കുടിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നോ വയറ് കത്തുന്നതൊക്കെ. എന്നാലും ആ പിള്ളേരത് കുടിച്ച്, ഞാൻ കുടിക്കണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു ചേട്ടനോട് ഇനി മേടിക്കുകയും ചെയ്യില്ല, അതാണ്ട് വിഷം ഏതാണ്ട് കലക്കിയത്. ഭയങ്കര കളറാണ് കേട്ടോ. പിള്ളേർ കുടിച്ചിട്ട് വായും നാക്കൊക്കെ ചുമന്നല്ല നീല കളറായിട്ടിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ എന്താ സ്വിസ് റോളോ അങ്ങനെ എന്തോ സംഭവം, സ്ട്രോബെറിയുടെ ഫ്ലേവർ, പിന്നെ നമ്മുടെ ഹൈഡ് ആൻഡ് ചിക്കൻ ബിസ്ക്കറ്റും കൊണ്ട് വന്നു. ഒന്ന് മേടിക്കാൻ പോയാൽ 10 കൊണ്ട് വരുന്നവനാണ് എൻ്റെ മോനെ. അപ്പോൾ വല്ലപ്പോഴും അങ്ങനെ മേടിക്കത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ നമ്മൾ മേടിച്ച് കൊടുക്കും. അങ്ങനെ എപ്പോഴും അത് വേണമെന്ന് നിർബന്ധം മേടിക്കത്തില്ല. അപ്പോൾ നല്ലൊരു ചൂടൊരു 10-15 പൊറോട്ട. അപ്പോൾ അമ്മ പറയും എന്തിനിങ്ങനെ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ മേടിക്കുന്നുണ്ടോ, അതും ഒരു സന്തോഷമല്ലേ. വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞ് ചേട്ടനൊക്കെ കുളിക്കാനായിട്ടൊക്കെ പോയി, കൊച്ച് TV കാണാണ്. ആ സമയത്ത് ഞാൻ നമ്മുടെ അമ്പാടിയെ മേല് കഴിച്ചിട്ട് വന്നു കേട്ടോ. അവനങ്ങ് സ്പ്രിങ്ങെ പൊങ്ങി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ അങ്ങ് തലവേദന എടുത്തിട്ട് വയ്യ. അപ്പോഴാണ് എൻ്റെ കയ്യിൽ പാമ്പേഴ്സ് കിടക്കുക, ഞാനത് ഓർത്തേയില്ല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത്. അവനെ ഇടിക്കാനായിട്ട് എടുത്തതാണ്, പക്ഷേ അവനിങ്ങനെ ജില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഉറങ്ങത്തുമില്ല, അടങ്ങിയിരിക്കത്തൊന്നുമില്ല, വട്ടളകിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടിട്ട തുണിയാണ്, അത് ഇതുവരെ മാറാനോ കുളിക്കാനോ എന്താ നാറിപ്പുഴുത്തിരിക്കുന്നു പറയത്തില്ല. നമ്മൾ വെള്ളമെല്ലാം മീൻ സോപ്പും പതിയും പിള്ളേർ മൂത്രം അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ എത്രയൊക്കെ ക്ഷീണവും വൈകാഴികയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്മാരുടെ ആ ഒരു വൈബ് അതിനനുസരിച്ച് ഞാൻ കിടന്ന് തുള്ളും കേട്ടോ. ഞാൻ അവന്മാരെ എന്തിനും ഞാൻ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഒക്കെ നിൽക്കുക. എത്ര വയ്യെന്ന് പറഞ്ഞാലും കിടന്ന് തുള്ളും. അതും അവന്മാർക്ക് ഒരു സന്തോഷമാണ്. അമ്മച്ചി എന്ന് പറഞ്ഞാൽ കഷ്ടം തോന്നും കേട്ടോ, കുറേ വരും. അപ്പോൾ അങ്ങനെ ചേട്ടൻ കുളിച്ചൊരുങ്ങി സെറ്റായിട്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇനി നാളെ രാവിലെ വരത്തുള്ളൂ. പുള്ളി പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് അച്ഛനാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛന് കുളത്തിൽ നിന്ന് മീനെ കിട്ടി കേട്ടോ. കല്ലേമുട്ടിയാണ് ഇന്ന് കിട്ടിയത്. രാവിലെയും കിട്ടിയായിരുന്നു, വൈകിട്ടും കിട്ടി കേട്ടോ. അപ്പം ചാക്കിൻ്റെ അകത്തിട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ ചേട്ടനെ കൊണ്ട് കാണിക്കുകയാണ്. ചേട്ടൻ ഇതൊക്കെ വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മ അതുകൊണ്ട് അങ്ങ് പോയി. അപ്പോഴത്തേനും 2 പുള്ളിക്കാരൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അച്ചാച്ചൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഇന്ന് ചാപ്പി ടാറ്റ കൊടുക്കാനായിട്ട് വന്നില്ല. എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഓടി വരുന്ന അച്ചാച്ചീന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വില്ലാളി വീഴൻ ബോധം കെട്ട് കേട്ടോ. കഷ്ടം, അതിൻ്റെ 4 പല്ലാണ് വീണിട്ട് ഇളകിയത്. അപ്പോൾ എല്ലാം സെറ്റായി വരുന്നു, നീരൊക്കെ കുറഞ്ഞു മുഖത്തെ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് അമ്മ പാമ്പേഴ്സ് തിരിച്ചാണ് ഇട്ടത്. അമ്മയാണ് പാമ്പേഴ്സ് ഇട്ടത്, അപ്പോൾ അകം വെളിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഊരി സെറ്റാക്കി അവനെ കൊണ്ട് കിടത്തി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി വെച്ച പാത്രം, ഇരുമ്പ് ചീനിച്ചട്ടിയും തവിയൊക്കെ ഞാൻ കഴുകി അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പാമ്പേഴ്സിൻ്റെ കവർ, ജെല്ലി കളഞ്ഞ കവറും കുറച്ച് ഉണങ്ങിയ അതും ഇതുമൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. നമ്മൾ പ്ലാസ്റ്റിക് ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മറ്റേ തിന്നർ അങ്ങനെ എന്തോ ചേട്ടൻ്റെ എന്തോ സംഭവിച്ചിട്ടാണ് കത്തിയത്. അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ, ബുമ്മെന്നും പറഞ്ഞ് കത്തിക്കയറി വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു, ഞാനും കൂടെ കത്തിയേനെ. അതുപോലെ പെട്ടെന്ന് ആളെ കത്തിക്കട്ടെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം അതൊക്കെ കത്തിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സന്ധ്യയാകുമ്പോഴത്തേനും നമ്മുടെ ആ വെറ്റില കൃഷിയൊക്കെ കാണാനൊരു ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ അതിലും ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ച് നമ്മളൊരു വേറൊരു ഫീലാണ് കേട്ടോ. നമ്മളൊരു 6:30 ആകുമ്പോഴത്തേനും സാമ്പ്രാണി മണമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് കാപ്പിയും ചായയും ഒന്നും കുടിച്ചില്ല കേട്ടോ. നമ്മൾ ആ ഷെയ്ക്കും കൊണ്ടിരിക്കുകയായിരുന്നു വൈകിട്ട്. അങ്ങനെ തന്നെ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും വെച്ച് തേയില വെള്ളമൊക്കെ ഇട്ട് കുടിച്ചു, കട്ടൻ ചായ. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചാപ്പിയുടെ സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ സചിത്രരചന ബുക്കിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം എല്ലാ വർക്കും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ടീച്ചർ പറഞ്ഞു അമ്മമാർ ഔട്ട്ലൈൻ മാത്രം വരച്ചാൽ മതി, ബാക്കി വര, കളറിങ്, എഴുത്തെല്ലാം പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. മോനോട് ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് വര മാത്രം ഇട്ട് തന്നാൽ മതി, അവൻ തന്നെ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഭയങ്കര ഉത്തരവാദിത്തത്തോടു കൂടി കയറിയിരുന്ന ഒറ്റ രാത്രി കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു കേട്ടോ. എല്ലാ പടങ്ങളും വരച്ചു, എഴുതാനുള്ളതൊക്കെ എഴുതി, കളറിങ്ങും എല്ലാം ചെയ്തു. ചില സമയത്ത് നല്ല മൂഡാണെങ്കിൽ എല്ലാം ചെയ്യും കേട്ടോ. പിന്നെ മൂശാട്ട കയറിയിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തു അങ്ങനൊന്നുമില്ല.
അപ്പോൾ എന്താണ് നമ്മുടെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പും എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വരുന്നത്. എന്നാലും കഴിവതും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ഭരണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ജിലേബിയുടെയും ലഡുവിൻ്റെയും കഥയാണ് കേട്ടോ അവർ വർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാലും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻസൊക്കെ ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പം അതേ ഉറക്കം കഴിഞ്ഞ് ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ.